കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ ശശി തരൂർ നടത്തിയിരിക്കുന്ന പുതിയ പ്രസ്താവന കോൺഗ്രസിനെ വെട്ടിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് സംരംഭകത്തിലും സ്റ്റാർട്ടപ്പുകളിലും ഉണ്ടായ മുന്നേറ്റത്തെ മുൻനിർത്തി CPMൻ്റെ ഈ രംഗത്തെ നയമാറ്റത്തെ അംഗീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ CPMൻ്റെ ജേക്സി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ സണ്ണിക്കുട്ടി എബ്രഹാം അടക്കമുള്ളവരെ വളരെ സരസമായി പരിഹസിക്കുകയും അതിന് സണ്ണിക്കുട്ടി എബ്രഹാം നൽകുന്ന ചരിത്രപരമായ മറുപടികളും നമുക്ക് കാണാം. ആന്റണി ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്നു, അതോടൊപ്പം VSനെ പുകഴ്ത്തുന്നു. ആ ഒരു ലേഖനമാണ് എക്കണോമിക് ടൈംസിൽ വന്ന ഒരു ലേഖനം. പഴയകാലത്തെ അതെടുത്തിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പുറത്തു കൊണ്ടുവന്ന ഒരു വിഷയം കൂടി ആയിരിക്കാം. പക്ഷെ അത് ഇപ്പോൾ സ്വാഭാവികമായും CPM ഒരു ആയുധമാവുകയാണ്. പക്ഷെ എനിക്ക് ജയിക്കിനോട് ഒരു സന്തോഷം തോന്നി. കാരണം അതൊക്കെ ഈ വൃത്തിയുള്ള ഭംഗിയുള്ള വാക്കുകളിൽ ആളുകളെ ആക്ഷേപിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ അപമാനിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപസ്വരത്തിൽ സംസാരിക്കാനൊക്കെ പഠിച്ചു. പണ്ട് നേരെ ഓപ്പണായിട്ട് എന്തെങ്കിലും അങ്ങ് പറയാമായിരുന്നു. പിന്നെ ഞാനും കുറേ കാലമായിട്ട് ഈ ചർച്ചകളിലൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്ര ഇപ്പം ഇല്ല. എൻ്റെ ചർച്ചയിൽ ഞാൻ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഓരോ ചർച്ചകളിലും എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ധാരാളം ട്രോളുകളായിട്ട് വരുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കും അത് വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ജയിക്ക് അത് എൻ്റെ രീതിയല്ല. ഒന്നാമത്തെ കാര്യം അതെൻ്റെ രീതിയല്ല. ഞാൻ കുറച്ചുകൂടെയൊക്കെ ഈ പത്രപ്രവർത്തനം കാണുകയും ചെയ്യുകയും മറ്റു പലരുമായിട്ടും താങ്കളുടെ മുൻതലമുറയുടെ നേതാക്കളുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ടൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ താങ്കളോട് മത്സരിക്കാനില്ല. താങ്കൾ എന്നെക്കാളും അക്കാര്യത്തിൽ വളരെ ബലവാനാണ് എന്നെനിക്കറിയാം. ഞാനിവിടെ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യത്തെ അദ്ദേഹത്തിന് വസ്തുതാപരമായിട്ട് വിമർശിക്കാം. ഇവിടെ ഇപ്പോൾ തോരപ്പ അല്ലെങ്കിൽ ഒരു ഹോമിയോ അല്ലെങ്കിൽ റോയൽ അതൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ ആരുടെ കണക്കാണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ ഈ വെബ്സൈറ്റൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും സ്മൃതി വിളിച്ചപ്പോൾ ഈ ചർച്ചയ്ക്ക് വന്നത്. അല്ല വെറുതെ രാവിലെ വൈകുന്നേരം ഒരു ഉടുപ്പിട്ട് വന്നൊന്നുമല്ല. എവിടെ നിന്നാണ് ഈ 3,40,000 എന്നൊക്കെ പറഞ്ഞത്? കണക്കുകൾ അങ്ങനെ ഉണ്ടാക്കാനാണോ പ്രയാസം? ഇവിടെ ഇപ്പം നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. പിന്നെ ജയിക്കേ, നിങ്ങൾക്ക് ഈ കാപ്സ്യൂൾ തന്ന സമയത്ത് ഈ കാപ്സ്യൂൾ നേരത്തെ ഈ 34,000 കണക്കൊന്ന് 3,40,000 കണക്ക് ഒന്ന് തരൂറിന് കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 2,90,000 നിൽക്കുന്നതേ ഉള്ളൂ. മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനം വന്ന് ഈ 3 ദിവസം കൊണ്ട് പെട്ടെന്ന് 3,40,000 ആവുകയാണ്. ഈ തുരപ്പയൊന്നും ഇവിടെ പറയണ്ട. നിങ്ങൾ ഓരോ ലിസ്റ്റും എടുത്ത് നോക്കിയോ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള ചെറിയ പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ, ഭക്ഷണ വിതരണശാലകൾ, ചെറിയ DTP സെൻറ്ററുകൾ, അതുപോലെ തന്നെ തയ്യൽ കടകൾ, അതുപോലെ തന്നെ മരുന്ന് കടകൾ, ഇതൊക്കെയാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ JK 3,40,000 പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒന്ന് അറിയണ്ടേ? കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ? നവാസ് പറഞ്ഞു 2,400 സ്ഥാപനങ്ങൾ ഒരു നിയോജകമണ്ഡലത്തിൽ വരണം. നിയോജകമണ്ഡലം കൃത്യമായിട്ടുള്ളൊരു വിഭജനമാണെങ്കിൽ, ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഒരു 2,400 വരണം. പിന്നെ കണക്കുണ്ടാക്കാൻ ഇത് കേന്ദ്ര ഗവൺമെൻറ്, അത് സ്മൃതിയുടെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു. ആ കേന്ദ്ര ഗവൺമെൻറ് പണ്ട് ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ചെറിയ ചെറിയ തട്ടുകടകളെ, ഭക്ഷണ വിതരണശാലകളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുത്തിയിട്ട് അവർ വലിയ കണക്കുകൾ കൊണ്ടുവന്നു. അന്ന് CPM അടക്കമുള്ളവർ അതിനെ പരിഹസിച്ചതാണ്, മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം പരിഹസിച്ചതാണ്. അപ്പോൾ ഈ തന്ത്രം ഏറ്റെടുത്ത് ഒരു കണക്ക് ഉണ്ടായിക്കൊണ്ട് പിന്നെ ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവ്സൊക്കെ പലരും പഠിക്കും ചെയ്യിക്കേ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. സിയാൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വന്നല്ലോ, അന്ന് നിങ്ങളാണ് എതിർത്തത്. അവിടെ എൻ്റെ ശവശരീരത്തിൻ്റെ മുകളിലെ വിമാനം ഇറക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാവാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ പുനരധിവാസമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അവർ മനോഹരമായിട്ട് പുനരധിവാസം നടത്തി. അത് ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് വന്ന് പഠിച്ചത്. നമ്മുടെ പിന്നെ ലല്ലു പ്രസാദ് യാദവിൻ്റെ സമയത്ത് പിന്നെ റെയിൽവേ എത്ര സർവകലാശാലകളത് പഠന വിഷയമാക്കി. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്താ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബിർളയെ കൊണ്ടുവന്നത് മുള ഫ്രീ ആയിട്ട് കൊടുത്തു. ആ കഥ അറിയാമോ? ജയിക്കുന്ന ചരിത്രം അത്ര അറിയില്ല. മുള ഫ്രീ ആയിട്ട് കൊടുത്തു. അതായത് ചാലിയാറിൻ്റെ കരയിലുള്ള വനപ്രദേശത്തെ മുള ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇവരെ കൊണ്ടുവന്നു. എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. പക്ഷേ ആ ഗവൺമെൻറ് എങ്ങനെ തകർന്നതെന്ന് ജയിക്കാനറിയാമോ? അന്നത്തെ 1967 സർക്കാർ എങ്ങനെ തകർന്നു എന്ന്. ഇവിടെ നിങ്ങൾ 57 ഇത് കൊടുത്തു, ഏത് മുള, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് പിന്നെ സൗകര്യം ബിർളയ്ക്ക് കൊടുത്തു. അതിനുശേഷം TV തോമസ് വ്യവസായ മന്ത്രി ആയപ്പോഴാണ്, അയാൾ CPI കാരനാണ്. അന്ന് പാർട്ടി രണ്ടായി. അയാൾ ജപ്പാനിൽ പോയിട്ട് വ്യവസായികളെ കൊണ്ടുവരാൻ ശ്രമിച്ചു.
തോഷിബ അടക്കമുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു, അതിനെ തകർത്തു. അദ്ദേഹം കൊണ്ടുവന്ന വ്യവസായ നയത്തെ പി സുന്ദരയ്യ അടക്കമുള്ളവർ തള്ളി പറഞ്ഞു. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ നിങ്ങളുടെ കേരളത്തിലെ വ്യവസായ രംഗത്തോട് നിങ്ങൾ ചെയ്തിട്ടുള്ള കൊടും ചതികളുടെ കഥയാണ് ഇത് പറയുന്നത്. നിങ്ങൾ എത്ര വ്യവസായ സംരംഭങ്ങളെ എതിർത്തിട്ടുണ്ട്? എന്തിനാണ് ഇപ്പോൾ ഈ ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണല്ലോ വിഴിഞ്ഞം സീപോർട്ട് എന്ന് പറയുന്നത്. 56,000 കോടി രൂപയുടെ പരിപാടിക്ക് 50,000 കോടി രൂപയുടെ അഴിമതി പറഞ്ഞിട്ട് അതിനെ തകർക്കാൻ വന്നില്ലേ? നിങ്ങൾ സിയാലിനെ എതിർത്തില്ലേ? നിങ്ങൾ എത്ര സംരംഭങ്ങളെ എതിർത്തു? എന്നിട്ടിപ്പോൾ 4 തട്ടുകട തുടങ്ങിയതിൻ്റെ പേരിലെ വലിയ വർത്തമാനങ്ങൾ ഈ ഓഫീസിൽ നിന്ന് എഴുതി തരുന്ന ആ ക്യാപ്സ്യൂളുണ്ടല്ലോ, അത് അങ്ങ് വേണോ? നമ്മളൊക്കെ ഇരിക്കുമ്പോൾ, ഇതൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആളുകൾ ഇരിക്കുമ്പോൾ അത് വേണോ എന്നൊന്ന് ആലോചിക്കണം. ഞാനത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഇപ്പോൾ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ട് ലേഖനം, എനിക്ക് ആ ലേഖനം കണ്ട ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബ്രഹ്മോസിൻ്റെ ഒരു സംരംഭം, അതായത് നമ്മുടെ വേളിയിൽ ആരംഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിരുന്നു കേരളത്തിന് വേണ്ടി. കേരളത്തിലേക്ക് അതിൻ്റെ ഒരു ബ്രാഞ്ച് പോലൊരെണ്ണമാണ് ആ വേളി വിമാനത്താവളത്തിൻ്റെ സൈഡിലായിട്ട് ആരംഭിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എളമരം കരീമാണെന്ന് വ്യവസായ മന്ത്രി, അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം അതിനോട് പ്രതികരിച്ചു. അതുകൊണ്ടാണ് ഈ സ്ഥാപനം വരുന്നതെന്ന് പറഞ്ഞ് എളമരം കരീമിനെ പ്രശംസിച്ച് ഞാൻ ഓർക്കുന്നു. ഇത് ശരിയാ ജയിക്കേ? നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യവസായശാലകൾ വരാം, പുതിയ സംരംഭങ്ങൾ വരാം, എത്ര കോടി രൂപയുടെ സംരംഭങ്ങൾ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം. പക്ഷെ മറ്റുള്ളവർ ഭരിക്കുമ്പം അതാണല്ലോ പ്രശ്നം. അതാണല്ലോ നിങ്ങൾ TP ശ്രീനിവാസനെ തല്ലാൻ പോയത്, ഓർമ്മയില്ലേ? എന്നിട്ടാണ് അതാണല്ലോ നിങ്ങളിപ്പോൾ വീണ്ടും കൊണ്ടുവരുന്നത്. നിങ്ങളുടെ SFIക്കാർ തകർത്ത് തരിപ്പണമാക്കിയതാണല്ലോ പ്രീ ഡിഗ്രി ബോർഡ്. എന്നിട്ട് നിങ്ങൾ +2 ആയിട്ട് കൊണ്ടുവന്നില്ലേ? ഇതൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടേ. ഒരു 3,40,000 കണക്കും കൊണ്ട് വന്നിട്ട് സണ്ണിക്കുട്ടി അബ്രഹാമിനെ ഒന്ന് പരിഹസിച്ചിട്ട് പോയാൽ സന്തോഷം ആകുമെന്നുണ്ടെങ്കിൽ ആകുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ചർച്ചയങ്ങ് മാറിപ്പോവാ സ്മൃതി. ചർച്ച മാറണ്ട. ആരുടെ കാലത്താണ് വികസനം എന്ന ചർച്ചയിലേക്ക് കൊണ്ടുവന്ന തരൂരാണല്ലോ ശ്രീ സണ്ണിക്കുട്ടി. തരൂർ ഈ കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തരൂർ കോൺഗ്രസ്സുകാരനായി തുടരേണ്ടതുണ്ടോ സ്മൃതി? അദ്ദേഹത്തിന്റെ ഇന്നത്തെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തുടരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട. പക്ഷേ എനിക്കൊരു കാര്യം പറയണം, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു മല്ലികാർജുന ഖാർഗെയ്ക്കെതിരെ. അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം AICC പ്രസിഡന്റ് ആയി എന്ന് വിചാരിക്കുക. അദ്ദേഹം ഇങ്ങനെ മോദിയെ സ്തുതിക്കുമോ? നമ്മളെ മോദിയെ അങ്ങ് വിട്ടുകളഞ്ഞു. വെറുതെ ഇപ്പോൾ ഇവിടുത്തെ ഈ വ്യവസായ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നീക്കുക. മോദിയെ അദ്ദേഹം പുകഴ്ത്തിയല്ലോ. അദ്ദേഹം മോദിയെ പുകഴ്ത്തുമായിരുന്നു. അല്ലെങ്കിൽ CPM-ന് വേണ്ടി അദ്ദേഹം ലേഖനം എഴുതുമായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ എന്താ പറയുക, പ്രവർത്തക സമിതി അംഗമാണ്. ഏറ്റവും ഉന്നത PB പോലെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡിയാണത്. ആ ബോഡിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ കോൺഗ്രസിൻ്റെ നിലപാടുകളെ, അതായത് ഇപ്പോൾ ഈ ജയിക്ക് പറഞ്ഞ പോലെയുള്ള അവകാശവാദങ്ങളെ ഗ്രൗണ്ട് ലെവൽ മുതൽ കോൺഗ്രസും UDF-ഉം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്ന് അവർ വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു. ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവ്, പ്രവർത്തക സമിതി അംഗം വന്നിട്ട് ഇതിനെ അനുകൂലിച്ച് ലേഖനം എഴുതിയാൽ എങ്ങനെയിരിക്കും? അല്ലാതെ ഏത് കാലത്താണ് വ്യവസായ വികസനം ഉണ്ടായതിലേക്ക് ചർച്ച അദ്ദേഹം കൊണ്ടുപോയി എന്ന് പറയുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ ഈ നിക്ഷേപ സൗകര്യത്തിലുണ്ടായ വളർച്ച അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ അദ്ദേഹം 2,90,000 പറഞ്ഞുള്ളൂ. ജയിക്ക് പറഞ്ഞത് 3,40,000. അതാണ് പറഞ്ഞത്. അല്ലാതെ ഏത് കാലത്തെന്നുള്ളതിലൊക്കെ പറഞ്ഞാൽ CPM-ൻ്റെ പ്രതിനിധി ഇവിടുന്ന് എഴുന്നേറ്റ് ഓടും. അതായത് വ്യവസായ വികസനത്തിൻ്റെ കാര്യത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാടും എങ്ങനെ കേരളത്തെ വികസന കാര്യത്തിൽ എത്രത്തോളം പിന്നോട്ടടിച്ചു എന്നതും കൂടെ നമ്മുടെ അദ്ദേഹം 4 തവണ എന്നെ ആദരണീയനായ സണ്ണിക്കുട്ടി അബ്രഹാം എന്ന് പറഞ്ഞു. എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹം ആദ്യത്തെ ഉത്തരം പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ വ്യവസായ വികസനം അല്ലെങ്കിൽ വികസന കാര്യത്തിൽ കേരളത്തെ പിന്നോട്ടടിച്ചതിൽ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ചർച്ചയ്ക്ക് സമയമില്ല. ജയിക്കുക, നമുക്കൊരു ദിവസം ഇരുന്നിട്ട് സംസാരിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ഒത്തിരി പല കാര്യങ്ങൾ സാമൂഹിക ഉന്നമനം അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാന കാര്യത്തിലൊക്കെ നിങ്ങളുടെ പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകളെ 100% അംഗീകരിക്കുന്ന ആളാണ് ഞാൻ.
ഈ സമൂഹത്തെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ CPM ശരി. അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ റോളുണ്ട്. ഞാൻ അംഗീകരിക്കുന്ന